വിവേകാനന്ദൻ വൈറലാണ്. ഊർവശി മാമിന്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ഷൈൻ ടോം ചാക്കോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. വിവേകാനന്ദൻ വൈറലാണ്. ഈ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ആണ് നമ്മുടെ മറീന മൈക്കിളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളും, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ, അതിൻ്റെ അകത്ത് വന്ന തർക്കങ്ങൾ, ആ ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ട് മറീന മൈക്കിൾ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുകയുണ്ടായി, ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ ഫുള്ളായി കണ്ടാൽ മനസ്സിലാകും. അതിൻ്റെ അകത്ത് നിന്ന് ഓൾറെഡി ആ ഒരു വിഷയം അവിടെ തീർത്തിട്ട് തന്നെയാണ് രണ്ടാമത് വിളിച്ചിട്ട് മറീന മൈക്കിൾ ആ ഇന്റർവ്യൂയിലേക്ക് കടന്നു വരുന്നത്. ശരിക്കും ആ ഇന്റർവ്യൂവിൽ എന്താണ് സംഭവിച്ചതെന്ന് ഉള്ള കാര്യം എടുത്ത് നോക്കിയാൽ, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷൈൻ ടോം ചാക്കോയുടെ മെച്യൂരിറ്റി ഇല്ലാത്ത ഈ ഒരു ബിഹേവിയർ. നമ്മൾ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു തരം, എന്താ പറയാ, നമ്മൾ ഇന്റർവ്യൂവിലുള്ള ബിഹേവിയർ അല്ല ഷൈൻ ടോമിൻ്റെത്. മറ്റുള്ള, അതായത് സിനിമ സെറ്റുകളിലാണെങ്കിലും മറ്റെവിടെ ചെന്നാലും ഷൈൻ ടോം കാണിക്കുന്നത് അത് മനഃപൂർവ്വമാണെന്നുള്ള രീതിയിൽ അത് ഷൈൻ ടോം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെയുള്ള രീതി കാണിച്ചാൽ മാത്രമേ എന്ത് വരൂ, റീച്ച് കിട്ടും, പ്രൊമോഷന് വർക്കുകൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും, വൈറൽ ആവട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നത് മറീന മൈക്കിള്, ഷൈൻ ടോം ചാക്കോ ആൻഡ് ഗ്രേസ് ആന്റണിയാണ്. അപ്പൊ ഈ ഇന്റർവ്യൂയുടെ ഫസ്റ്റ് ഭാഗം തൊട്ട് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഷൈൻ ടോം ചാക്കോ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. ഇതിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ് ഈ ഒരു മറീനയായിട്ടുള്ള ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കും അക്രമാസക്തനായിട്ട് പോയിട്ട് ഒരാളെ അടിക്കുന്ന രീതിയിലേക്കൊക്കെ മാറുമെന്ന് നമ്മൾ പേടിച്ചിട്ട് മാറിയിട്ട് അവർ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഹൈദരാലിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ അവസാനം മറീന വന്നിട്ട് എന്നൊരു കാര്യമുണ്ട്, അതെ എന്റെ തെറ്റാണ്, എല്ലാം എന്റെ തെറ്റാണ്, ഞാൻ സമ്മതിച്ചു എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ. സ്ത്രീയായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഈ ഒരു വിഷയം അവിടെ ഉന്നയിക്കാനുള്ള കാരണം തന്നെ സ്വന്തം എക്സ്പീരിയൻസ് അങ്ങനെ ആണ്. അതായത് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഫിലിം ഫീൽഡിൽ ഇന്നീക്വാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മറീന മൈക്കിള് എടുത്തത് ഉയർത്തി ചൂണ്ടിക്കാണിച്ചത്. പലരും മടിക്കുന്ന ഒരു കാര്യമാണ് മറീന അവിടെ നല്ല രീതിയിൽ വന്ന് കാണിച്ചത്, അതായത് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഇന്നീക്വാലിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം ഫീൽ ചെയ്താൽ എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നത്, എന്തുകൊണ്ടാണ് ആണുങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചിട്ട് വളരെ മോശം രീതിയിൽ മറീനനെ അറ്റാക്ക് ചെയ്യുന്ന വാക്കുകളോണ്ടും, എന്താ പറയാ, ശരീരപ്രകൃതം, നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടും അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കണ്ടത്. ഇതൊക്കെ വളരെ മോശം രീതിയിലുള്ള ഒരു കാര്യമാണ്. ഷൈൻ ടോം ചാക്കോന്റെ മനസ്സിൽ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. കാരണം ഒരു ആണുങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ഞാനും വരത്തില്ലേ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് ബോക്സിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷൈൻ ടോമിനെ. ഇനിയിപ്പോ നമ്മൾ എന്തൊക്കെ രീതിയിൽ ചിന്തിക്കാമെന്ന് വിചാരിച്ചാലും ഷൈൻ ടോമിന്റെ ആ ഒരു ബിഹേവിയർ, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ എന്താ പറയാ, സെറ്റുകളിലൊക്കെ വേറെയാണ്, ഫിലിമിന്റെ ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ വേറെയാണ്. ഈ ഒരു വൈറൽ ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണെന്ന് ഷൈൻ ടോം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഞാൻ ഈ എടുക്കുന്ന ബിഹേവിയർ അങ്ങനെയാണ്. പക്ഷെ അത് ഇച്ചിരി ഓവറായി, ഇച്ചിരി എന്നല്ല, അത് ലിമിറ്റ് കഴിഞ്ഞ് ആ ഒരു എന്താ പറയാ, പരിധി വിട്ട ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഈ മറീനയുടെ കേസിൽ കണ്ടത്. ആ കുട്ടിക്കൊന്നും പറയാൻ പറ്റണില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഷൈൻ ടോമിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിക്കെതിരെ ഞാൻ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ എന്താണ് നാളെ ഉണ്ടാകാൻ പോകുന്നതെന്ന് അതിനുള്ള ഉദാഹരണങ്ങൾ ഓൾറെഡി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും തന്നെ നമുക്കുണ്ട്, ഇവിടെ ഉണ്ട് ഓൾറെഡി. ആക്ട്രസ്മാർ, നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ. ഗ്രേസ് ആന്റണി ആണെങ്കിലും പലതരം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവർ ഇരിക്കുന്നത് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ മറീന മൈക്കിൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ തന്നെ അവിടെ പൂർണ്ണമായിട്ടും അത് പറയാൻ സമ്മതിക്കാതെ അതിനെതിരായിട്ട് എന്തൊക്കെ പറയാവോ അതൊക്കെ ഷൈൻ ടോം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ ഇവിടെ നിന്ന് വെളിവാകുന്ന ഒരു കാര്യം എന്താ, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ഒന്നും, എന്താ പറയാ, ഈ ഫീൽഡിൽ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായി അത് തുറന്നു പറയാനുള്ള ഒരു അവകാശവും ഒരു സ്വാതന്ത്ര്യവും, അല്ലെങ്കിൽ ആരെയും പേടിച്ചിട്ട് നമ്മൾ കഴിയേണ്ട ഒരു അവസ്ഥയാണ്. അത് തന്നെയാണ് ഈ ഇന്റർവ്യൂന്നും ഷൈൻ ടോം ചാക്കോ ഈ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്? നമുക്കറിയാം, സ്ത്രീകൾ പൊതുവെ ഈ ഫിലിം ഫീൽഡിൽ നിൽക്കുന്നവർ പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ മോശം രീതിയിൽ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവര് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, അതായത് ഇവര് ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ഒക്കെ ആയിരിക്കും, പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സീൻസ് ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഷൈൻ ടോം ചാക്കോ ചിലപ്പോ, എന്താ പറയാ, നല്ല രീതിയിലായിരിക്കാം ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ
തയ്യാറാവാത്തത്. അതാണ് ഇവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് അങ്ങനെ പറയണ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ മെയിൽസ് നമ്മുടെ ഫീമെയിൽസിനെ ചില മെയിൽസ് ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയാ മോശം രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും മെയിൽസിന് കൊടുക്കുന്ന എല്ലാ പരിഗണനയും ഫീമെയിൽസിന് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം അവർ ഉന്നയിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ്, അതായത് സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർ പറയണത്. അത് എന്തുകൊണ്ടാണ് ഷൈൻ ടോമിന് ഇത്ര വിഷമം അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എന്തിനാണ് ഇത്ര പേടിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? പിന്നെ പേടിച്ചിട്ട് സത്യം പറഞ്ഞ ഷൈൻ ടോം ഇവിടെ കാണിച്ചതെന്ന് വെച്ചാല് ഒരു മെയിൽ ആധിപത്യം തന്നെയാണ് ആ ഒരു ഇന്റർവ്യൂ. നിങ്ങൾ എവിടെയെങ്കിലും ഷൈൻ ടോം ചാക്കോനെ ഒരു മമ്മൂട്ടിയുടെ കൂടെയോ മോഹൻലാലിന്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഉള്ള സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഊർവശി മാമിന്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ഷൈൻ ടോം ചാക്കോ? പക്ഷെ ഈ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ല ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വരുമ്പോഴത്തേക്കും ഷൈൻ ടോം ചാക്കോ ഭയങ്കരമായിട്ട് ഇന്റർവ്യൂവർ അടക്കം, അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരടക്കം ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഏജിലുള്ള ആൾക്കാർ വരുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ വളരെ എന്താ പറയാ അങ്ങനെയാണ് എന്താ പറയാ നമ്മൾ പറയത്തില്ലേ ആർത്തുല്ലസിച്ച് ആ രീതിയിലാണ്. പക്ഷെ എല്ലാം ഒരു പരിധി വരെ നല്ലതാണ്. എല്ലാം അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കംഫർട്ട് ആണ്, ആ ഒരു വ്യക്തി കംഫർട്ട് ആണെന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കംഫർട്ട് ആണെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ്, ലിമിറ്റ് കഴിയുന്നില്ല എങ്കിൽ. പക്ഷെ ഇവിടെ ഒരു വ്യക്തി തന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഗിരീഷ് സാറിനെ പല തവണ പറയുന്നുണ്ട്, ആദ്യം നമ്മൾ പറയണതൊന്ന് കേൾക്കാൻ തയ്യാറാകുന്നുള്ള രീതിയിൽ ഒന്നും പറയാൻ വിടുന്നില്ല. എന്താ പറയാ ഹൈദരാലിക്ക് പോലും അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന്, ഹൈദരാലി പോലും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വന്ന്. അതുപോലെ ഇവര് അവിടെ ക്രൂ മൊത്തം ഹൈദരാലി ഇടയ്ക്കിടയ്ക്ക് ക്രൂവിലുള്ള ക്യാമറമാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എവിടം വരെ പോകും, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള രീതിയിലാണ് അവരവിടെ അത്രയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ സ്വന്തം ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു അനുഭവം തുറന്നു പറഞ്ഞതിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ എന്താ പറയാ മെയിൽസിനോട് കൂടുതലും ഫീമെയിൽസിന് അത്ര വലിയ എന്താ പറയാ ഒരു കൺസിഡറേഷൻ കൊടുക്കാത്തത് പോലെയും പല ഇടത്തു നിന്നും ഫീൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് എവിടെയും ഷൈൻ ടോം ചാക്കോ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ചില എന്താ പറയാ ആണുങ്ങൾക്ക് കൂടുതലായിട്ട് പരിഗണന കൊടുക്കുന്നതായി തോന്നിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അവരുടെ ഭാഗത്തൊന്നും ആയിരിക്കാം ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ഒരു വുമൺ വന്നിട്ട് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത്? പർട്ടിക്കുലർ വ്യക്തികൾ തന്നെയാണ്, പക്ഷെ ആ വ്യക്തികളെല്ലാം ആണുങ്ങളാണ് എന്നാണ് മറീന പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവര് ഈ പറയുന്ന മറീനയും അതുപോലെ തന്നെ ഇവര് കൂടെയുള്ള ആൾക്കാരും തന്നെ പലയിടത്ത് വെച്ചിട്ടും ഫീമെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചില ആൾക്കാര് നമുക്ക് പീരീഡ്സ് ആയ സമയത്ത് പോലും ഒരു ടോയ്ലറ്റിൽ കാരവാനിൽ പോയിക്കോട്ടെ വിടാണ്ട് നിന്ന സിറ്റുവേഷൻ ഉണ്ടെന്നും അതേ സിറ്റുവേഷനിൽ ഫീമെയിൽസ് അല്ല മെയിൽസ് വന്നിട്ട് നമ്മളെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സഹായിച്ച സിറ്റുവേഷൻസ് ഉണ്ടെന്നും ഇവര് തന്നെ പറയുന്നുണ്ട് ഇന്റർവ്യൂവിൽ. പക്ഷെ ഇതൊന്നും എന്താന്ന് വെച്ചാൽ ഇതൊന്നും പുറത്തു വരുന്നില്ല എന്നാണ് മറീന പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താ പറയാ മെയിൽസിനെ അവർ സപ്പോർട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊന്നും, നല്ലത് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഷൈൻ ടോം ചാക്കോ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതൊന്നും ഇതാകുന്നില്ല. പക്ഷെ നമ്മളൊന്ന് വന്നിട്ട് മെയിൽസിനെ കുറ്റം പറയുന്നു എന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. കുറ്റം പറയുന്നതെല്ലാം ഇങ്ങനെയൊക്കെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതി മാത്രമാണ് ആ കുട്ടി പറഞ്ഞത്. പക്ഷെ അതിന് ഇത്രത്തോളം എതിർത്ത് പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ ഈ ഒരു ബിഹേവിയർ ഈ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതോട് കൂടി നമുക്ക് മനസ്സിലാക്കാം ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ എത്രത്തോളമാണ് ഒരു സ്ത്രീക്ക് അവിടെ നേരിട്ട ദുരനുഭവങ്ങളും എക്സ്പീരിയൻസുകളും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത്. ഈ കുട്ടി വായ തുറന്ന് ഫുള്ളാക്കുന്നതിന് മുൻപ് തന്നെ അത് വായടപ്പിച്ചിട്ട് ആ ഇന്റർവ്യൂന്ന് എണീറ്റ് പോകേണ്ട ഒരു സാഹചര്യം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിലൂടെ തന്നെ ഷൈൻ ടോം ചാക്കോ തന്നെ മനസ്സിലാക്കി തരുവാണ്, നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം ഇല്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു കൺസിഡറേഷൻ ഇല്ല, നിങ്ങൾക്ക് ഇവിടെ റെസ്പെക്ട് ഇല്ല. ഇത് തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂവിലുടനീളം ഷൈൻ ടോം ചാക്കോ കാണിച്ചു തന്നൊരു സംഭവം. അത് ഷൈൻ ടോം ചാക്കോന്റെ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ മോശം രീതിയിലുള്ള ഒരു കാര്യമാണ് ഷൈൻ ടോം ചാക്കോന്റെ ഭാഗത്തുനിന്ന് വന്നത്. പക്ഷെ വേറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഒരാണൊരു കുറ്റം ചെയ്താൽ അത് എല്ലാ ആണിനെയും പറയേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണിനെ കുറ്റം ചെയ്താൽ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്ന് പറയേണ്ടതില്ല. അത് വളരെ ശരിയുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇനി എന്തൊക്കെ കാര്യം നിങ്ങൾക്ക് പറയണമെങ്കിലും അതിന് ഒരു റെസ്പെക്ട്, അപ്പുറത്തിരിക്കുന്ന ഓപ്പോസിറ്റുള്ള ആളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടും. ആ കുട്ടി എത്ര നല്ല രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ എന്താ പറയാ നമ്മളെ പേടിപ്പിച്ചിട്ട് അവിടെ ഇരുത്താന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഷൈൻ ടോം തിരിച്ചിട്ട് പറഞ്ഞത്. മറീന പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ,
എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു ആണാണ്, അതായത് ഒരാണായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ അവർ ചിലപ്പോൾ എന്നെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് വർക്ക് ചെയ്യിപ്പിക്കില്ലായിരുന്നു. മറീനക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇത്രയും ഉണ്ട്, അത് മുമ്പോട്ട് വെച്ചിട്ട് ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറീന അത് പറഞ്ഞ സമയത്ത് ഷൈൻ ടോം ചാക്കോ പറഞ്ഞൊരു കാര്യമാണ്, എന്തിനാണ് നിങ്ങൾ എല്ലാ ആണുങ്ങളെയും കുറ്റപ്പെടുത്തുന്നത്, എന്തിനാണ് നിങ്ങൾ ആ കുറ്റം പറയുന്ന ആണുങ്ങളെ എന്നൊക്കെ. അപ്പൊ ആ ഒരു വ്യക്തിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ആദ്യം കൊടുക്കുക. ഷൈൻ ടോം ചാക്കോന് മാത്രമല്ല ഇന്റർവ്യൂവിൽ വന്നിട്ട് എന്താ പറയാ വാദോരാതെ സംസാരിക്കാനും ഇതാക്കാനുള്ള ഒരു ഇത് ഉള്ളത്. ഷൈൻ ടോമിന്റെ ഈ ഒരു എന്താ പറയാ പ്രഹസനം ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ പാതി പ്രശ്നങ്ങളും തീരും. ഷൈൻ ചെയ്ത ഈ കാര്യത്തിനെ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാന്ന് പറഞ്ഞാലും ഷൈൻ പറയണ പല കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഷൈന്റെ ചിന്താഗതി വേറെയായിരിക്കും, ആ കുട്ടിയുടെ ചിന്താഗതി വേറെയായിരിക്കും. ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കാനെങ്കിലും തയ്യാറാവണം. എന്നാലേ ആ കുട്ടി എന്താണ് പറഞ്ഞു ഉദ്ദേശിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഷൈൻ ടോമിന് പറ്റുള്ളൂ. ഇതൊന്നും ഒരാളെയും പറയാൻ പറ്റില്ല. ഒരു ഇന്റർവ്യൂ മൊത്തം ഞാൻ വഹിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു ഇതൊന്നും നല്ലതായിട്ട് തോന്നില്ല. ഇത് ഭയങ്കര ഓവറായി പോയി. ആ കുട്ടി കരഞ്ഞുകൊണ്ടൊക്കെയാണ് വീഡിയോയിൽ എന്താ പറയാ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുള്ളത്. അതിലൊക്കെ പറയുന്നത് ആള് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഞാൻ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചതാണെങ്കിലും കണ്ടപ്പോൾ വിചാരിച്ച ഭയങ്കര ബോൾഡാണ്. പക്ഷെ ആ കുട്ടി തന്നെ ആ വീഡിയോയിൽ കരഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനുള്ള കാരണം ഈ ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഫിലിം ഫീൽഡിലുള്ള ഈ ഒരു ഇൻസെക്യൂരിറ്റി തന്നെയാണ്. എന്തായാലും ഇതെല്ലാം ഒരിക്കൽ ശരിയാവും നമുക്ക് വിചാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.